ഇന്ന് വായിക്കുട്ടി ഉണ്ട്. വായിക്കുട്ടിക്ക് പല്ലുവേദനയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മളടുത്തുണ്ട്. എല്ലാ കുട്ടികളും എല്ലാ സ്ഥലത്തുനിന്നും പോയത്, അവിടെ ആരും ആയിട്ടില്ല. ഭാവി നോക്കുമ്പോ ഒരു സമാധാനം, വീടിനൊരു അനക്കുണ്ട്. പിന്നെന്താ പറയാ, ഞങ്ങൾ എങ്ങോട്ടും പോകൂല. അതുകൊണ്ട് എല്ലാരും പിന്നെ കുട്ടികളാക്കാനൊക്കെ സുഖമാണ്. ഞങ്ങൾ ഒരാളല്ലെങ്കിൽ ഒരാൾ ഇവിടെ ഉണ്ടാവും. എല്ലാവരും പോകൂല. എല്ലാ വീട്ടിലും എല്ലാവരും പണിക്ക് പോവുകയാണ്. ഇവിടെ ആരെങ്കിലും ഒരാളുണ്ടാവും. അപ്പൊ കുട്ടികളൊക്കെ എല്ലാവരും ഇവിടെ കൊണ്ടാക്കും. പിന്നെന്താ രസം, സൗകര്യമായി. സ്കൂളിലേക്കൊക്കെ പോണതും വരുന്നതും ഒക്കെ അമ്മക്ക് ഇവിടുന്ന് കാണാം. നമ്മളെ വീടിന്റെ മുന്നിൽ കൂടെയാണ് സ്കൂളിലേക്ക് പോവുക. സ്കൂളിലേക്ക് പോണ അമ്മമാരെയും കുട്ടികളെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. പിന്നെ തൊട്ട് മുന്നിൽ ബാലവാടി വേഗം ഒന്ന് കയറി കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥന. അപ്പൊ അതിലേറെ സുഖമായി. ഇവിടെ തന്നെ ആകുമ്പോ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. കുട്ടികളും ഡാൻസും പാട്ടും എല്ലാം കാണാം. അപ്പൊ നല്ല രസമാവും. നല്ല മഴയാണ് കിട്ടുന്നത്. പുറത്ത് കുറച്ചായിട്ട് നമ്മൾ അടുക്കളയൊക്കെ വെച്ച് പാചകമൊക്കെ പുറത്തായപ്പോ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും അകത്തേക്ക് തന്നെ കയറി കൂടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എങ്ങനെയാണെന്നറിയോ, ചെറിയൊരു ഒഴിവുണ്ട്. അപ്പൊ ഇന്ന് 2 അടുക്കളയാണ് നമുക്കുള്ളത്. എൻ്റെ കയ്യിൽ ഇതാണ് 2 അടുക്കള ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നത്, അമ്മ അകത്തുനിന്നാണ്. അമ്മ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇതിന് ഒരുങ്ങണ്. ഇന്നലെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെയൊക്കെ അരച്ചൊരു പകുതി പാകത്തിന് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒന്നും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കണം. അതിന് വേണ്ടി ആക്കി വെച്ചതാണ്. അപ്പൊ അത് പുറത്തുനിന്നാണ്. പക്ഷെ നല്ല മഴ വരുന്നുണ്ട്. എന്താകും എന്താ. വായക്കുട്ടിക്ക് ഇനിയിപ്പൊ എന്തായാലും വായക്കൂടെ ഇറക്കാൻ പറ്റൂല. പല്ലുവേദന ഈ ഭാഗം അപ്പുറം. കുറെ ദിവസമായി വെക്കേഷൻ തന്നെ പല്ലുവേദന എന്നിങ്ങനെ പറയുന്നുണ്ട്. അതാ മഴ. പറഞ്ഞത് വെറുതെ 2 അടുക്കള അതൊക്കെ കേടുണ്ടോ? പൈത്തൊക്കെ നമുക്ക് ആ ചീഞ്ഞോടെ തന്നെ വെട്ടി. നോട്ടത്തിലൊട്ടിയല്ലേ ഭാവിയെ ഇപ്പൊ തന്നെ തിന്നോ? നല്ല രസം ഉണ്ടാവും. ഇഷ്ടല്ലേ? മഴയത് നല്ല മടുത്തുണ്ട്. ചക്ക ജാക്ക് ഫ്രൂട്ട് മനസ്സിലായോ പറഞ്ഞേ? എന്താ പേര് അതിന്റെ? ജാക്ക് ഫ്രൂട്ട്. ശിജി നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം എന്താ പറഞ്ഞു കൊടുത്തില്ലേ? ചക്ക കണ്ടത് ചക്ക നുറുക്ക് അത് ഇത് മുറിച്ച് നമുക്ക് തിന്നല്ലേ? ചക്ക നുറുക്ക് ഉണ്ടാക്കാം. ചക്ക നുറുക്ക് ഉണ്ടാക്കണം. ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നും ആക്കിയില്ലെങ്കിൽ പറ്റൂല നമുക്കത്. അപ്പൊ ഇന്ന് 2 അടുക്കളയിലാട്ടോ പണി. നല്ലോണം കരിയുണ്ട്. അപ്പൊ ഞാന് ഇതെന്താ ഉണ്ടാക്കണേ?
പേര് കുഞ്ഞ് ഇപ്പൊ കണ്ണാപ്രശ്നം ഉണ്ടല്ലോ ഏറ്റവും ഉണ്ടാക്കാൻ. ഇന്നിപ്പോ ഉണ്ടാക്കലേ ഒരു മാസത്തിന് അടുക്കള അമ്മ അടുക്കളയ്ക്ക് മാസത്തിന് അടുക്കളയ്ക്ക് പ്രവേശനമില്ല. എനിക്ക് നമ്മളെ ചക്കയാണ് പച്ച ചക്കല്ലേ അത് അരച്ചതാണ് അമ്മ. എന്നാലേ കുറച്ചാക്കി അരച്ചിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും കൂടി അരയണം, എന്നാലേ നമുക്ക് നൂൽപുട്ടിൻ്റെ അച്ചിൽ ഇത് ഇങ്ങനെ അമർത്തി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അമ്മ ഇന്നലെ ചക്കയും മുളക് പൊടി എന്തൊക്കെയാണ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ചക്ക ഒക്കെ പാടിട്ടിട്ട് അരച്ചതാണ്. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടണം. അപ്പോൾ ഇത് അരച്ചത് പോരാ, ഒന്നും കൂടി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി മുകളിലേക്ക് ചേർക്കാളൊക്കെ ചേർക്കണം. പൂനിടിയ അല്ലേ അമ്മ? ഈ ഇടിക്കണമെല്ലാം പൊട്ടുന്ന ഇടിയാണിത്. അതിൽ പൂനുണ്ടാവുന്നതല്ല. കൂടി അടുക്കളയിൽ പണിക്കാൻ പറ്റിയത് ഞാൻ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാട്ടോ. ഒരു മാസമല്ലമ്മ, ഒരു മാസം കഴിഞ്ഞ് ഉണ്ടാക്കാലോ. ഒരു മാസം കഴിഞ്ഞിട്ട് ആ ഒരു മാസത്തെ പണിയൊക്കെ ഒരുമിച്ചെടുക്കാം. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു പോയിട്ടില്ല. ഉപ്പേരിയിൽ ഉപ്പിട്ട് വെച്ചപ്പോ എന്നോട് ഇട്ടോ. അമ്മേലെ ഉപ്പേരി ഉണ്ടാക്കിയേ ഞാനിതില്ല. ഒരടുക്കളയിൽ രണ്ടെണ്ണത്തിൽ നിന്നിട്ടല്ലേ? ഞാനങ്ങനെ പറഞ്ഞത് ചക്കയിലാണ് ഇന്നലെ ആക്കിയതാണ്. ഇനി ഉണ്ടോ അല്ല എനിക്ക് അറിയില്ല. ഇത്തിരി ഓർമ്മക്കടുണ്ട്. 65 വയസ്സൊക്കെ ആയില്ലേ. 60 വയസ്സിൽ അത്തും പൊത്തുണ്ട്. 60 വയസ്സിലേ അത്തും പൊത്തൊക്കെ ആണോല്ല. ശരിക്ക് പറഞ്ഞാലൊന്നും അന്തണ്ടാവില്ല. പറയേ പണ്ടത്തെ ചൊല്ലാതെ. അരിപ്പൊടിയാണ് ഇട്ടിട്ടത്. എന്തൊക്കെ ചേർത്ത് പറഞ്ഞെടുക്ക്. ചക്ക, അരിപ്പൊടി, മുളക് പൊടി. ഷിജിന്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ? ഉണ്ടാക്കണത് ഒന്നും പറയില്ല. പിന്നെ എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവുക? ചക്കയിലേ ഞാനാണ് ചക്ക അരച്ചപ്പോൾ ഷിജിക്കത് അറിയില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, ചക്കയും കൂടി കൂട്ടി അരച്ചു. ഇനി ലേശം വെള്ളിട്ട് കൊടുക്കണം. അരിപ്പൊടി നമുക്ക് ഇക്കതവ് കണ്ടില്ല. ഇതുണ്ടാവോ? ഉണ്ടാവോ ചോദിച്ചുള്ള ചക്കട്ട ഉണ്ടാക്കിയാണ്. ഉണ്ടായാലും പ്രശ്നമില്ല, ഉണ്ടായാലും കുഴപ്പമില്ല. അരിപ്പൊടി എടുത്തൂടാ, പൊടിഞ്ഞിട്ടില്ല. പൊടിച്ചാൽ മതി. ഇല്ല കരിവേപ്പില പോയോ? അത് വെട്ടിയിട്ടുണ്ടല്ലോ. അത് വെട്ടിയിട്ടുണ്ട്. അന്ന് JCB നടത്തിയില്ലേ? ഉണ്ടോ? പോയിണ്ടൊക്കെ ഒക്കെ നശിച്ചു. ഭാവി അങ്ങനെ നടക്കണേ കണ്ടിട്ടില്ല. ബാലവാടിയിൽ പണിക്കാരില്ലല്ലേ? പണി തീരാനായി. ഇനി ടൈൽസ് പണി കൂടി അല്ലേ ഉള്ളൂ. കുറച്ച് ഇതാ മുന്നേ തേക്കാണ്ട്. ആ അതവിടെ ഉണ്ടായിക്കോട്ടെ. വള്ളി തോന്നി കറണ്ടി ഇവിടെ എത്തിയാ. കറിവേപ്പിലില്ലാതെ എന്ത് പരിപാടി അല്ലേ ഭവ്യ? നമ്മളെ ഇതില്ലേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൊമ്പ് ഇത് തെഴു ഒടിഞ്ഞു കിടക്കണോക്കി. എങ്ങനെ ഇത് പൊട്ടിയത്? കുത്തിയാ മതി. നല്ലത് ഉണ്ടാവും. നോക്കടോ ഒന്ന് പൊട്ടി കിടക്കണേ. കുത്തിക്കൊണ്ട് രാവിലെ അല്ല വേറൊക്കെ തെഴുടുക്കണ്ടതാ. തെഴുണ്ടാണ്ട് എന്താ വരി വരിയായി പോണ കോഴിക്കള്? എന്താ വരി വരിയായി പോണ?
ഓന്റെ ചെങ്ങാഴ്ചകളാണത്. ഭാവി വാ ചക്ക നുറുക്കുണ്ടാക്ക. ഏതായാലും മഴ കുറച്ച് നേരത്തിലൊന്ന് വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്രയും നേരം നമുക്ക് വേഗം ഉണ്ടാക്കാം. പെയ്താ കുളവും. അമ്മേന്റെ കഴിഞ്ഞോ? ഉപ്പേരിയായി, എനിക്ക് കറി ആക്കണം. അമ്മേന്റെ അടുക്കള രണ്ടാളെന്താ? ഞാൻ ഈ നുറുക്ക് തിന്നിരിക്കേണ്ടി വരും. ഒക്കെ പറഞ്ഞോ? അല്ല, ഇത് മുന്നത്തെ ഓയിലിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഇത് നമ്മള് ചക്ക പൊരിച്ചതിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇങ്ങനെ കളയണ്ടല്ലോ. കൂന് തെരഞ്ഞു പോണ്ടി വരും. കൂന് തെരഞ്ഞു പോണ്ടി വരും. നമ്മളെ ആ ഭാഗത്താണ്, ഉമ്മറത്ത് ആ സൈഡിലാണ് ഈ സാധാരണ കൂന് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. അവിടെയൊക്കെ ആകെ നിരത്തി വേറെ കുളത്തിലായില്ലേ. ഉണ്ടായെങ്കിൽ കാണാം. നമ്മൾ പഴയ വീടിന്റെ സൈഡ് തിണ്ടത്തിൽ കൂടെ ഒക്കെയാണ് മുളച്ചുണ്ടാവല്. അപ്പൊ അവിടെയൊക്കെ വീടായി. അവിടെ വീടായി. ഈ സ്റ്റാറുള്ള ഇത് കൊണ്ടിട്ട് ഉണ്ടാക്കുന്നത്, ഒറ്റ സ്റ്റാർ ഉള്ളതും ഉണ്ട്. ഇത് 3 എണ്ണമുള്ള. ആദ്യം നമുക്ക് ഈ 3 എണ്ണം ഉള്ളതൊന്നും ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് ഒറ്റ സ്റ്റാറിൽ ഉണ്ടാക്കാം. നമ്മൾ ഇതുവരെ നൂൽപുട്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു ഓട്ടയിലുണ്ടാക്കിയത്. എന്നാലും ഞങ്ങൾ ആ ചെറുതുള്ള ഓട്ടയുള്ള ആ ചില്ല് കാണാനില്ല. അപ്പം അതിന് പകരം ഇത് വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മളെ നൂൽപുട്ട് കുറച്ച് വലിയതായി. ഈ എന്താ പറയുക, മണ്ണരല്ലേ, മണ്ണിര അതുപോലെ അതിന്റെ ഷേപ്പ്. ഇനി നമ്മൾ ഏതായാലും ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ല, അത് ഉണ്ടാക്കി നോക്കുക. ചൂടുണ്ടാവോ? ചാടിക്കളി നല്ലല്ലേ. ചൂടായി എണ്ണ. മതി. Gimana? ഇങ്ങനെ നോക്കല്ലേ. 1000 രൂപ വാങ്ങോട്ടില്ല, മറ്റേ പാക്കിൽ അതേപോലെ ഉണ്ടല്ലേ. ആ നുറുക്കാണല്ലേ, ചെറിയ നുറുക്കാണ് കുറച്ച് പണി. അരിപ്പൊടി കൊണ്ട് പൂളപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കും. പൂള പൊടിച്ചിങ്ങാണ്ടേ ഇതൊക്കെ ശരിക്കും നമുക്ക് ചക്ക ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയാൽ മതിയല്ലോ അല്ലേ. നല്ല ഫ്രഷ് സാധനം കിട്ടും, നല്ല ഓയില്. ഇതൊക്കെ കുറച്ച് കറിവേപ്പില ഇട്ടെടുത്താൽ മതി. എല്ലാ ട്രിപ്പിലും കുറച്ച് കറിവേപ്പില ഇട്ടെടുത്താൽ കറിവേപ്പിലേൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഭാവിയെ വന്നോക്ക് ഇവിടെ നിൽക്കണ്ടേ, ഒക്കെ സുഖല്ലേ. കുറച്ചും കൂടി വന്നുണ്ടായ ജിലേബി. ജിലേബി അത് കുറുക്കല്ല. എല്ലാരും എന്താവുന്നുള്ളത് അത്ഭുതകരമായി നോക്കിക്കാണ്. നമ്മളാദ്യമായിട്ടല്ലേ ഉണ്ടാക്കണപ്പോ ഇങ്ങനെ എന്താ ഏതാ. ഭാവിയെ ഭാവിക്ക് എന്താ കാട്ടഞ്ഞ്? അമ്മ എന്താ ചെയ്യാ? ഓരോ കഷ്ണം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്ര മതിയാവൂലേ? ഇനി കൂടുതലായാ ചിലപ്പോ ഒന്ന് നല്ലോണം ബലം വരും.
2 പീച്ച് ചക്ക നുറുക്ക്. ചൂടറിയോ? ചോദിച്ചാലും നേരത്തെ പേര് പറഞ്ഞു കൊടുക്കണ്ട. അതെ എന്നാ പറയാ നല്ല ഒന്നോക്കി. എന്താ രസമുണ്ടോ ഭാവി? നല്ല ടേസ്റ്റ് ചെയ്തേക്ക്. അപ്പൊ ഇത് പറഞ്ഞത് നമ്മളെ പെങ്ങള് ബീനിയാണ്, തിരൂർക്ക് കല്യാണം കഴിച്ച കുഞ്ഞോള്. അപ്പം നുറുക്ക് സൂപ്പർ. കുട്ടിയമ്മേന്റെ മോള്. നമ്മൾ തറവാട്ടിലെ കുഞ്ഞോള് കേട്ടോ, ചെറിയ മോള്. ചക്കേന്റെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞത് ഓള് ഈ ചക്ക കൊണ്ട് നമ്മളിങ്ങനെ മെനക്കെട്ട് ഓരോന്ന് കണ്ടിട്ട് എന്ന് ഈ ചക്ക കൂട്ടാൻ തിന്നാണ്ടിട്ടേ. ഓള് ഭയങ്കര ഫുഡിന്റെ ആളാട്ടോ അല്ലേ? ഓൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, അതിനുള്ള ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫുഡിന്റെ. കുടുംബശ്രീന്റെ ഇതിലൊക്കെ ഓള് അങ്കല്ലേ, അപ്പോൾ ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓള് ചക്ക കൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി പറഞ്ഞിട്ട്. അപ്പം ഇന്നലെ തന്നെ അതൊക്കെ ആക്കി വെച്ച് ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കിയാണ്. ഇത് സാധനം നല്ല രസമുണ്ട്, പക്ഷെ ചക്കയാണെന്ന് അറിയില്ല അല്ലേ? നമ്മൾ കഴിച്ചു നോക്കുമ്പോ കുറേശ്ശെ ചക്കേന്റെ ചോളയുണ്ട്. കാരണം നമ്മള് ചക്ക വിട്ടുമ്പോ ഒരു കളിയില്ലാത്തോണ്ട് ഈ ചക്ക ഇനിയിപ്പോ ഏത് ഉറങ്ങണ ഉറക്കത്തിലും നമുക്ക് തന്നാ നമ്മൾക്ക് കിട്ടുമ്പോഴല്ലേ അപ്പൊ നമ്മളത് മുതലാക്കും. കൊണ്ടാട്ടനും ചക്കപ്പായസം, ചക്ക കൂട്ടാന്, ചക്കക്കുരു പായസം. ചക്കക്കുരു ഞങ്ങള് പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ടുണ്ട് കറിയിലിടാന്. ആ ഒരു ചക്കയോട് ചെയ്യാത്തതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഏത് ഉറക്കത്തിൽ തന്നാലും ചക്കേനെ നമ്മൾ മറക്കൂലെന്ന്. ഇനി ഒരു ചക്ക ഉണ്ടിട്ട് പഴുത്തതാണ് കാണിച്ചല്ലോ, അത് ഞങ്ങൾ ഇങ്ങനെ ശരി. അതിപ്പോ ഇങ്ങനെ തിന്നാനേ ചോറ് വേണ്ട, വലിയ ചോളല്ലേ അത്. അപ്പൊ അത് കാരണം ഞാൻ അതൊന്നും കാട്ടാൻ പറ്റില്ല, ഞങ്ങൾക്ക് തിന്നാൻ തന്നെ ഉള്ളൂ. അപ്പവും കുട്ടികളൊക്കെ സ്കൂട്ട് വന്നാൽ തിന്നാനും. ഭാവി വേണ്ടേ? ചക്ക നുറുക്ക് എല്ലാരും ഉണ്ടാക്കി വെക്കണം. നല്ല രസം. കിട്ടിയ നുറുക്കുന്നേക്ക് കിടക്കുക. അത് രസമുണ്ടോ സംഭവം? നല്ല രസം. ഇതെന്താ സംഭവം ഇട്ടൂടെ? ഒക്കെ എടുത്തോ. പൊത്തിക്ക് പോകാനുള്ള തീയേ ഞങ്ങളെ ഇനി ഈ ഇതൊന്ന് മാറ്റി പിടിക്കാൻ പോവാണേ. ഇനി ഞങ്ങൾ അടുത്തത് മിക്സറിലേക്ക് കിടക്കുക. അത് മാറ്റിയിട്ട് ഇത് തന്നെ ആക്കി വെക്കാൻ കേട്ടോ, മിക്സറാക്കി. നല്ലതാണ് ഈ ചക്കയുണ്ട്. പിന്നെ ഈ ചക്ക എന്തെല്ലാം ചെയ്യാനോ ഉണ്ടാക്കി. അപ്പൊ ഞങ്ങള് ചക്ക മിക്സറും കൂടി ആക്കിയിട്ട് ഇതാക്കി നോക്കിയിട്ടുണ്ട്. ഈ കൂട്ടന്നെയാണ് കേട്ടോ അതിനും വേണ്ടത്. ചില്ല് മാറ്റിയിട്ടുള്ളൂ. ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടാം, വേറെ എന്തെങ്കിലും പൊടിയൊക്കെ നമുക്ക് ടേസ്റ്റ് മാറണമെങ്കിൽ വേറെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, മിക്സറാണ്. അപ്പോൾ ലേശം പരിപ്പിട്ട് കൊടുക്കാം, മോഡലാക്കാൻ പോകും. മോഡലാക്കാം. അപ്പൊ ചുവന്നുളക്ക് വേണ്ട, അതെ ഇത് ഒന്നുകൂടി അല്ലെങ്കിൽ മുളക് കരിഞ്ഞു. കടലുണ്ടെങ്കിൽ രസങ്ങള് കടലപ്പരിപ്പിടാം. എടുക്കല്ലേ എടുക്ക ഒക്കെ നല്ലോണം ആയിട്ട് മൂത്തുണ്ട്. ഇട്ടോളേമ്മ. കരിവേപ്പില കേട്ടോ ഇട്ടുണ്ട്. കാണാൻ രസമുണ്ടല്ലോ. അപ്പം
നമ്മള് നോക്കിയേ ചക്ക നുറുക്കും ചക്ക മിച്ചറും എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞ ചക്ക കൊണ്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും നോക്കിയിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല എന്ന് തന്നെ പറയാം. കുറച്ചൊന്ന് പണി പാളി പോയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, കുറച്ച് മൂപ്പ് കൂടി പോയിട്ടുണ്ട്. അതെന്താണെന്നറിയോ, എണ്ണ കടന്നപ്പോൾ നമുക്ക് തോന്നിയത് മൂത്തിട്ടില്ലാന്ന്. പുറത്തെടുത്തപ്പോഴാണ് കുറച്ച് മൂപ്പ് കൂടിയെന്ന് തോന്നിയത്. എന്നാലും ഫസ്റ്റത്തേത് കറക്റ്റ് ആയിട്ടുണ്ട്, പിന്നെയായത്. പക്ഷെ എന്തായാലും നമ്മൾ ഉണ്ടാക്കാത്ത അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചക്ക ഇങ്ങനെ കിട്ടുമ്പോൾ ഒന്ന് ആക്കി നോക്കുക. പഴുത്ത ചക്കയല്ല, പച്ചച്ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറക്റ്റ് സമയത്ത് നമ്മൾ മഴയും പെയ്തു വിരുദേവന്നിട്ട് പോരാൻ നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ്. നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.